ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വസ്ത്രനിർമ്മാണ മേഖല വൻ വളർച്ചയുടെ പാതയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 1 ലക്ഷം വീടുകളും 22 ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ ചികിത്സാ കേന്ദ്രങ്ങളും ഫീസ് നിരക്കുകൾ പരസ്യമായി പ്രദർശിപ്പിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. സന്തോഷ് ട്രോഫി ടൂർണമെന്റിനായി കേരള ഫുട്ബോൾ ടീം അസമിലെത്തി. വ്യാഴാഴ്ച പഞ്ചാബിനെതിരെ ആദ്യ മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വസ്ത്രനിർമ്മാണ മേഖല വൻ വളർച്ചയുടെ പാതയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗതവും പൈതൃകവുമായ വ്യവസായത്തിലൂടെ വൻ തൊഴിലവസരമാണ് സൃഷ്ടിക്കുന്നത്. ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വളർച്ചയുടെ എഞ്ചിനായി ടെക്സ്റ്റൈൽ മേഖലയെ പരിവർത്തനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. വസ്ത്രനിർമ്മാണ മേഖലയെക്കുറിച്ച് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് എഴുതിയ ലേഖനം പങ്കുവച്ച പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചതാണ് ഈ വരികൾ. അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 1 ലക്ഷം വീടുകളും 22 ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നിയമസഭയിൽ LDF സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ 500 ടൺ വേസ്റ്റ് ടു എനർജി പ്ലാന്റിന്റെ നിർമ്മാണം മെയ് മാസത്തോടെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നോർക്ക വകുപ്പ് വഴി വിദേശത്ത് ജോലി ചെയ്യുന്ന കേരളത്തിലെ സ്ത്രീകൾക്ക് പിന്തുണയും കൌൺസിലിംഗും നൽകുന്നതിനായി പ്രതിബദ്ധതയുള്ള ഒരു വനിതാ സെൽ രൂപീകരിക്കുമെന്നും ഗവർണർ അറിയിച്ചു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്ന് തുടക്കമായത്. 29ന് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ താൻ സഭയിൽ വായിച്ചതായും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിൽ ഗവർണർ മാറ്റം വരുത്തിയത് ചട്ടലംഘനമാണെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. നയപ്രഖ്യാപനം അസത്യങ്ങൾ നിറഞ്ഞതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തിരുവനന്തപുരം സന്ദർശിക്കും. സന്ദർശനം പൂർത്തിയാക്കി അന്ന് തന്നെ പ്രധാനമന്ത്രി തിരികെ പോകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. വെള്ളിയാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നത്. അവിടെ നിന്ന് പുത്തരിക്കണ്ടത്തെത്തുന്ന അദ്ദേഹം വിവിധ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. പുത്തരിക്കണ്ടത്ത് തന്നെ BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിലും പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങും. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ വേതനം ഈ മാസം മുതൽ പരിഷ്കരിക്കാൻ തീരുമാനം. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി ഭക്ഷ്യ ധനകാര്യ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രതിമാസം 15 ക്വിന്റൽ വരെയുള്ള വിതരണത്തിന് 6800 രൂപയാണ് കമ്മീഷൻ. 15 ക്വിന്റലിന് മുകളിൽ 45 ക്വിന്റൽ വരെ 9000 രൂപ നൽകും. വ്യാപാരികൾക്കുള്ള പരമാവധി അടിസ്ഥാന വേതനം 18,000 രൂപയിൽ നിന്ന് 21,000 രൂപയായും വർദ്ധിപ്പിച്ചു. അധിക കമ്മീഷൻ 180 രൂപ എന്നുള്ളത് 270 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, A. പത്മകുമാർ, N. വാസു, മുരാരി ബാബു, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് റെയ്ഡ് നടത്തിയത്. നിരവധി രേഖകൾ കണ്ടെടുത്തതായാണ് സൂചന. ശബരിമലയിൽ SITയുടെ പരിശോധനയും തുടരുകയാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, സ്കിൽ പരിശീലനം നടത്തുന്നവർ എന്നിവർക്ക് സ്കോളർഷിപ്പ് നൽകുന്ന കണക്ട് ടു വർക്ക് പദ്ധതിക്ക് നാളെ തുടക്കമാകുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണി പരിശീലനം നടത്തുന്നവർക്കും പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് നൽകുന്നതാണ് കണക്ട് ടു വർക്ക് പദ്ധതി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. UPSC, PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കരനാവിക വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന പരീക്ഷകളാണ് പദ്ധതിയുടെ കീഴിൽ വരുന്നത്. 5 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. കേരളത്തിൽ സ്ഥിരതാമസക്കാരും 18നും 30നും ഇടയിൽ പ്രായമുള്ളവരുമാകണം അപേക്ഷകർ. അർഹരായ ആദ്യത്തെ 5 ലക്ഷം പേർക്കാകും സ്കോളർഷിപ്പ് ലഭിക്കുക.
സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ഫീസ് നിരക്കുകൾ പരാതി പരിഹാര സംവിധാനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. മുൻകൂർ തുക അടച്ചില്ല, രേഖകളില്ല തുടങ്ങിയ കാരണങ്ങളാൽ രോഗിക്ക് ചികിത്സ നിഷേധിക്കരുത്. ഡിസ്ചാർജ് ചെയ്താലുടൻ എല്ലാ ചികിത്സാ രേഖകളും പരിശോധനാ റിപ്പോർട്ടുകളും രോഗിക്ക് നൽകണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഇലക്ടറൽ റോൾ ഒബ്സർവർ MG രാജമാണിക്യത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആരെയും വിട്ടുപോകാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഒബ്സർവർ നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണം 2028 പൂർത്തീകരിക്കുമെന്നും അടുത്ത ഘട്ടങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 24 വൈകിട്ട് 4 മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും മന്ത്രി VN വാസവൻ. 10,000 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവിടുന്നതെന്നും സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. 2024 ഡിസംബർ 3 പ്രവർത്തനം തുടങ്ങിയ തുറമുഖത്ത് 670 കപ്പലുകളിലായി 14.5 ലക്ഷം കണ്ടെയ്നറുകൾ തുറമുഖത്ത് എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 7 ദശാബ്ദങ്ങളിലെ വിദ്യാഭ്യാസ പുരോഗതി എന്ന വിഷയത്തിൽ നാളെ ഉച്ചയ്ക്ക് 1:45 പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ K ജയപ്രസാദ് സംസാരിക്കുന്നു. 79ാമത് സന്തോഷ് ട്രോഫി ടൂർണമെന്റിനായി കേരള ഫുട്ബോൾ ടീം അസമിലെത്തി. വ്യാഴാഴ്ച പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ തവണ കലാശക്കളിയിൽ കൈവിട്ട കപ്പ് തിരിച്ചുപിടിക്കാൻ കേരളത്തിന്റെ സംഘം അസമിലെത്തി പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. സർവീസസ്, പഞ്ചാബ്, ഒഡീഷ, മേഘാലയ, റെയിൽവേസ് എന്നീ കരുത്തർക്കൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് കേരള സ്ക്വാഡ്. വ്യാഴാഴ്ച രാവിലെ 9 ശിലാപത്ത സ്റ്റേഡിയത്തിൽ കരുത്തരായ പഞ്ചാബുമായാണ് ആദ്യ മുഖാമുഖം. 6ാം തവണ സന്തോഷ് ട്രോഫിയിൽ ബൂട്ടണിയുന്ന ആലുവ സ്വദേശി G സഞ്ജു നയിക്കുന്ന ടീം സൂപ്പർ ലീഗ് കേരളയിൽ മികവ് തെളിയിച്ച ഒരുപിടി താരങ്ങൾ ഉൾപ്പെട്ടതാണ്. 22-അംഗ ടീമിൽ 13 പേർ കഴിഞ്ഞ വർഷങ്ങളിൽ സന്തോഷ് ട്രോഫി കളിച്ച് പരിചയസമ്പന്നരുമാണ്. ലൈംഗിക പീഡന കേസിൽ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി മാറ്റി. ഹർജി ഈ മാസം 22 പരിഗണിക്കും. പോലീസ് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. ബലാത്സംഗ പരാതിയിൽ വ്യക്തമായ അന്വേഷണം നടത്താതെ കോടതിയിൽ തെറ്റായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ സംസ്ഥാന പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഉത്തരവിട്ടു. കുറ്റാരോപിതനായ MN ജനാർദ്ദനൻ നമ്പ്യാരുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. പോലീസ് ഉദ്യോഗസ്ഥർ KG സുരേഷ്, K സുദർശൻ, ശിവദാസൻ എന്നിവർക്കെതിരെ കേസെടുക്കാൻ അതോറിറ്റി നിർദ്ദേശം നൽകി. കേസിൽ ജനാർദ്ദനൻ നമ്പ്യാരെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ഇൻസിനറേറ്ററും മെൻസ്ട്രൽ കപ്പും വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം മുട്ടറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. മിഷൻ വൈസ് ചെയർപേഴ്സൺ TN സീമ പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1066 പോയിന്റ് ഇടിഞ്ഞ് 82,180-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 353 പോയിന്റ് നഷ്ടത്തിൽ 25,233-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വസ്ത്രനിർമ്മാണ മേഖല വൻ വളർച്ചയുടെ പാതയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 1 ലക്ഷം വീടുകളും 22 ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ ചികിത്സാ കേന്ദ്രങ്ങളും ഫീസ് നിരക്കുകൾ പരസ്യമായി പ്രദർശിപ്പിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. സന്തോഷ് ട്രോഫി ടൂർണമെന്റിനായി കേരള ഫുട്ബോൾ ടീം അസമിലെത്തി. വ്യാഴാഴ്ച പഞ്ചാബിനെതിരെ ആദ്യ മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.